ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ഒരു അടിപൊളി സൂ ആണ്. ഇവിടെ ധാരാളം ആനിമൽസും ബേർഡ്സും ഉള്ളൊരു സൂപ്പർ പാർക്കാണ് കേട്ടോ. ആദ്യം അകത്തേക്ക് കയറുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ കണ്ടു. ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുന്നതിന് മുമ്പ് പാമ്പില്ലാന്ന് കണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം ആദ്യം ഒരു ഇല തന്ന്, അത് ഒട്ടകത്തിനെ ഫീഡ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒട്ടകത്തിനെ ഫീഡ് ചെയ്യാൻ പോവാം കേട്ടോ. പിന്നെ ഒട്ടകത്തിനെ ഞാൻ ഫീഡ് ചെയ്തു. അപ്പോഴത്തേക്ക് പപ്പ ഫീഡ് ചെയ്യാൻ ഇല എടുത്തു തന്നു. പിന്നെ പപ്പ ഫീഡ് ചെയ്തു ഒട്ടകത്തിനെ. എന്നിട്ട് പിന്നെ ഉണ്ടായിരുന്നു അവിടെ ഹോസ്, അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അതിന് ലീഫൊക്കെ കൊടുത്തു, ഫീഡ് ചെയ്തു. പിന്നെ അവിടെ ഡോങ്കി ഉണ്ടായിരുന്നത് അവിടെ ഒരു കെട്ടിയിട്ട കാളുണ്ടായിരുന്നു, അതിനെ കണ്ടു. അത് എന്നെ കണ്ടിട്ട് ചാടാൻ വരുന്ന പോലെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് അടിപൊളി ഒരു പ്ലേസാണ്. അവിടെ ഒരു പുഴ പോലത്തേക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞാൻ ഡോങ്കീനെ ഫീഡ് ചെയ്തു കേട്ടോ. അത് നേരത്തെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് കാണിച്ചില്ലായിരുന്നു. പിന്നെ ആ പുഴേൻ്റെ വ്യൂ പറയണം. പിന്നെ എല്ലാവരും തലയിലും ഷോൾഡറിലൊക്കെ തത്തേനെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പപ്പ ആദ്യം പോയി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വെക്കുന്നതിന്. എല്ലാവരും നല്ല പേടിക്കുന്നുണ്ടായിരുന്നു. ഉമ്മാമാൻ്റെ തലയിലും പിന്നെ വെച്ച് തത്ത വെച്ചപ്പോൾ ഉമ്മാമാൻ്റെ ഷാളിലൊക്കെ കുത്തി പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുട്ടീൻ്റെ തലയിൽ നിന്ന് തത്തയൊക്കെ പറന്നുപോയി. പിന്നെ ആണെങ്കിൽ ഒരു കുട്ടിക്ക് വെക്കാൻ പോവുകയെന്ന് തത്തേനെ അതിൻ്റെ ഡ്രസ്സൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ തലയിൽ വെച്ച് ഞാൻ പേടിച്ച് ലാസ്റ്റ് എടുക്കുമ്പോൾ അത് എൻ്റെ മുടിയെല്ലാം കൂടി പോന്ന് എൻ്റെ മുടിയെല്ലാം കൂടി എൻ്റെ മുഖത്തേക്കാണ് വീണത്. പിന്നെ അടുത്ത ആനിമലിനെ കാണാൻ പോയി. നോക്കിയപ്പോൾ ഞാൻ കണ്ടത് റാബിറ്റ്സാണ്. കുറേ ടൈപ്പ് ഓഫ് റാബിറ്റ്സ് ഉണ്ട് അവിടെ. കുറേ ഉണ്ട്, ഏതൊക്കെയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല, അത്രയും ഉണ്ടായിരുന്നു. ചില റാബിറ്റ്സിന് ഇതൊക്കെ ഇട്ട് കൊടുത്തത്, ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഇതിന് ഇങ്ങനത്തെ ഫുഡ്സൊക്കെ ഇട്ട് കൊടുത്തത്. കുറേ ടൈപ്സ് ഓഫ് റാബിറ്റ്സ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ആ റാബിറ്റ്സിനൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഫുഡ് കഴിക്കുകയായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഞാൻ പറഞ്ഞത് ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്ന റാബിറ്റ് പറഞ്ഞത് ഈ റാബിറ്റിനെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എനിക്ക് ആ റാബിറ്റിനെ കാണാൻ അടിപൊളിയായി തോന്നി, അത്രയും സൂപ്പറായിരുന്നു. പിന്നെ എല്ലാവരുടെ കയ്യിലും നല്ല കളർഫുൾ ഹെന്നിനെ വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ട്, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പിടിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ പപ്പേനെ കൊണ്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. പപ്പേൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. എനിക്ക് പേടി. ഞാൻ പിന്നെ തൊട്ട് നോക്കി അതിനെ. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായി തോന്നി, അടിപൊളിയായിരുന്നു കേട്ടോ ആ ഹെന്നിനെ കാണാനും. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങളിത് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് കാണണം എന്നാണ്. ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അടിപൊളി പ്ലേസാണ് കേട്ടോ. ഒരു മൈസൂർ തീമുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, അത്രയും സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ചാവക്കാട് വരണം. ചാവക്കാടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ പൂച്ചേനെയൊക്കെ കണ്ട്, പൂച്ചയൊക്കെ എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് എടുക്കാൻ പേടിയായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ ഡ്രസ്സ് നാശമാവും, അതുകൊണ്ടാണ്. പിന്നെ എന്തോ ടൈപ്പ്, ഇത് എന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് ഞാൻ നോക്കിയിരുന്നപ്പോഴത്തേക്ക് ഇത് ഫുള്ളായിട്ട് ക്രൗഡായിരുന്നു കേട്ടോ. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ പപ്പയും വെച്ചതിന്, എനിക്കതിൻ്റെ പേരറിയില്ല സത്യത്തിൽ. അടിപൊളിയായിരുന്നു എന്തായാലും അതിനെ കാണാൻ. അതിങ്ങനെ ഓടിക്കളിക്കുന്നു നമ്മളെ കൈക്കോടെയൊക്കെ. എനിക്കാണെങ്കിൽ